സിവിൽ പോലീസ് ഓഫീസറായിട്ട് ജോലി കിട്ടിയാൽ എത്ര രൂപയാണ് കയ്യിൽ കിട്ടാൻ പോകുന്നത്? ട്രെയിനിങ് മുതൽക്ക് തന്നെ ശമ്പളമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും? ഡീറ്റെയിൽഡ് ആയിട്ട് ജോലി ചെയ്യുന്നവരിൽ നിന്ന് അറിഞ്ഞത് വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. മക്കളെ, സിവിൽ പോലീസ് ഓഫീസറായിട്ട് ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയായിരിക്കും പേയ്മെന്റുകൾ കിട്ടുക? ഒന്ന് ബേസിക് പേ ആണ്. അതായത് അനുവദനീയമായിട്ടുള്ള ഒരു ബേസിക് പേ ഉണ്ടാവും, മിനിമം പേ ഉണ്ടാവും. ആ പേ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഫ്ലേഷനെ ഒക്കെ മീറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു പേയ്മെന്റ് കിട്ടും. ദെൻ HRA ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് താമസവുമായി ബന്ധപ്പെട്ട ഒരു പേയ്മെന്റ് കിട്ടും. റിസ്ക് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനായിട്ട് റിസ്ക് അവർ ഏറ്റെടുക്കുന്ന റിസ്കിനൊരു അലവൻസ് ഉണ്ട്. ദെൻ വീക്ക് ഓഫുമായി ബന്ധപ്പെട്ട ഒരു പേ ഓഫ് ഉണ്ട്. ദെൻ സ്പെഷ്യൽ പോലീസ് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് വേണ്ടി മാത്രം ഒരു അലവൻസ് ഉണ്ട്. ഇത് കൂടാതെ ട്രാവലിംഗ് അലവൻസ് പോലെ സ്പെഷ്യൽ അലവൻസ് പോലെയുള്ള ചില അലവൻസുകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ, ശബരിമല ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് കയറുകയാണെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പേയ്മെന്റ് ഉണ്ടാവും. ഇത്രയും അലവൻസുകളും പേയ്മെന്റുകളുമാണ് ഒരു CPOയ്ക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണവ. നിങ്ങളൊരു ട്രെയിനി ആയിട്ട് ജോലി കയറുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും പോസ്റ്റിംഗിലേക്ക് പോവുക. ട്രെയിനിങ് എന്ന് പറയുന്നത് 9 മാസമാണ്. 9 മാസം നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതിന് വേണ്ടി നിങ്ങളുടെ ബേസിക് പേ ആയിട്ടുള്ള 31,100 രൂപ നിങ്ങൾക്ക് പേയ്മെന്റ് ആയിട്ട് സാലറി ആയിട്ട് ലഭിക്കും. നിങ്ങൾ ട്രെയിനിങ് നടത്തുന്ന ഓരോ മാസവും ആദ്യ മാസം മുതൽക്ക് തന്നെ 31,100 എന്ന് പറയുന്ന ബേസിക് പേ നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം 31,100 ആണ് ബേസിക് പേ ആരംഭിക്കുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസർ. അത് ട്രെയിനിങ് ടൈമിൽ കിട്ടും. ഇനി നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് ജോലി കയറിയാൽ 31,100 എന്ന് പറയുന്ന ബേസിക് പേ ലഭിക്കും. അതിനോടൊപ്പം തന്നെ നിലവിൽ 22% DA. ആ 22% DA 13% കൂടി വർദ്ധിപ്പിച്ച് 35% എത്തിയിട്ടുണ്ട്. അപ്പൊ അത് വന്നാൽ വീണ്ടും വർധനവുണ്ടാകും. ബേസിക് മിനിമം നോക്കിയാൽ 22% 6,842 രൂപ വരെ മിനിമം നിങ്ങൾക്ക് DA ആയിട്ട് കിട്ടാം. അതിൽ കൂടുതലാണ് ഇപ്പൊ കിട്ടാൻ സാധ്യതയുള്ളത്. ഇനി HRA നിങ്ങൾക്ക് ലഭിക്കുക 6%, 8%, 10% എന്നിങ്ങനെ 3 കാറ്റഗറികളിലായിട്ടാണ്. നിങ്ങളൊരു പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ, പഞ്ചായത്ത് പരിധിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് 6% DA ലഭിക്കാം. എന്തിന്റെ? ബേസിക് പേയുടെ 6%. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസിക് പേയുടേതാണ്. ഈ 22% ബേസിക് പേ ആയിട്ടുള്ള 31,100 ഇൻറ്റു 22/100 ആ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പഞ്ചായത്തിലാണെങ്കിൽ 6% ബേസിക് പേയുടേത്. നിങ്ങളൊരു മുനിസിപ്പാലിറ്റിയിലാണ് താമസിക്കുന്നത് എങ്കിൽ 8%, അതും ബേസിക് പേയുടേതാണ്. ഇനി നിങ്ങൾ ഒരു കോർപ്പറേഷനിലാണ് താമസിക്കുന്നതെങ്കിൽ 10% DA നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുക? ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 10% കാറ്റഗറിയിലാണെങ്കിൽ ബേസിക് പേ 31,100, അതിന്റെ 10% എന്ന് പറയുന്നത് 3,110 രൂപ നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് ലഭിക്കും. പിന്നീട് നോക്കിയേ, റിസ്ക് അലവൻസ്. പോലീസിന് റിസ്ക് അലവൻസ് ലഭിക്കും. അതൊരു മാസം 110 രൂപയാണ് നിങ്ങൾക്ക് റിസ്ക് അലവൻസ് ആയിട്ട് ലഭിക്കുക. ഇനി വീക്ക് ഓഫ് സെറ്റിൽമെന്റുകൾ ഉണ്ടാവും. അതായത് 6 ദിവസം ജോലി ചെയ്താൽ 7ാമത്തെ ദിവസം നിങ്ങൾക്ക് വീക്ക് ഓഫ് ആണ്. പക്ഷെ അത് സെറ്റിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 4 അല്ലെങ്കിൽ 5 വീക്ക് ഓഫുകൾ വരെ നിങ്ങൾക്ക് പേയ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. അതൊരു വീക്ക് ഓഫ് 440 രൂപ എന്ന നിലയ്ക്ക് 4 എണ്ണമാണ് എങ്കിൽ 1,760 രൂപ വരെ നിങ്ങൾക്ക് ആ ഇനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നേടാനായിട്ട് പറ്റും. ദെൻ സ്പെഷ്യൽ പോലീസ് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും 800 രൂപ നിങ്ങൾക്ക് അലവൻസ് ആയിട്ട് ലഭിക്കാം. പിന്നെ ട്രാവലിംഗ് അലവൻസ് ആണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലിയാണെങ്കിലോ, ശബരിമല ഡ്യൂട്ടി വരുവാണെങ്കിലോ, ഇലക്ഷൻ ഡ്യൂട്ടി വരുവാണെങ്കിലോ അതിനെല്ലാം ഒരു ദിവസത്തിന് ഇത്ര രൂപ എന്ന നിലയ്ക്ക് ദിവസ വേതനമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? അധികമായിട്ടുള്ളൊരു പേയ്മെന്റ് കൂടി ലഭിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നിങ്ങൾ ജോലിയിൽ കയറുമ്പോൾ നിങ്ങളുടെ PF കട്ടാവുന്നുണ്ടായിരിക്കും, ESI കട്ടാവുന്നുണ്ടായിരിക്കും. അതൊന്നും കട്ടുകൂട്ടാതെ 43,722 രൂപയോളം അല്ലെങ്കിൽ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എന്ത് കിട്ടാം? സാലറി ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു ജോലിയാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുക. മറ്റു ജോലികളെ അപേക്ഷിച്ചുള്ള സ്പെഷ്യൽ അലവൻസുകൾ, സ്പെഷ്യൽ പേയ്മെന്റുകളൊക്കെ പോലീസിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ജോലി അനുസരിച്ചിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പോലീസുമായി ബന്ധപ്പെട്ട, സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഇതിനകത്ത് PF എമൗണ്ട് കട്ടാവുന്നുണ്ടാവും, ESI എമൗണ്ട് കട്ടാവുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ബെനിഫിറ്റ് ആവുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പണമിനത്തിൽ നോക്കിയാൽ 43,722 കൂടുതൽ തുക നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്ന പോസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുക. അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്നുണ്ട്, നല്ലൊരു അവസരമാണ്. ഇനിയും നമ്മുടെ മുന്നിൽ കുറച്ച് സമയം കൂടി സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടി പഠിക്കാനുണ്ട്. നമുക്കറിയാം, ഫോഴ്സ് പരീക്ഷകളിൽ ആദ്യം വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസറാണ്. അതിന്റെ കലണ്ടർ, അതായത് നെക്സ്റ്റ് മന്ത് കലണ്ടർ വരുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. മെയ് മാസത്തോട് കൂടിയിട്ടാണ് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ CPO, ഫയർമാൻ, ഈ 2 പരീക്ഷകളാണ് നടക്കേണ്ടത്. അത് ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസത്തേക്ക് നടക്കാനാണ് സാധ്യത. ജൂൺ അല്ലെങ്കിൽ
ജൂലൈ മാസത്തേക്ക് നടക്കാനാണ് സാധ്യത. ഈ 2 മാസം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനിയും നമ്മുടെ മുൻപിൽ പഠിക്കാനായിട്ട് സമയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ കാക്കി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെല്ലാം, പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് എന്തിൻ്റെയൊക്കെയാണ്? CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക്, WCPO പഠിക്കുന്നവർക്ക് അതിനുള്ള സ്പെഷ്യൽ ടോപ്പിക്ക്, CO സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഈ പറയുന്ന ഓരോ പരീക്ഷയ്ക്കുമുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഈ ഒരു ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെയുള്ള മുഴുവൻ കോണ്ടന്റുകളും, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോണ്ടന്റുകൾ, അതിൽ തന്നെ 20 മാർക്കിന്റെ കറണ്ട് അഫെയർ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇതെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ബാച്ച് വരിക. ഇത് കൂടാതെ നിങ്ങൾക്ക് പരമാവധി ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് ഡെയിലി വീക്ക്ലി എക്സാമുകൾ കാണും കേട്ടോ. ഡെയിലി വീക്ക്ലി എക്സാമുകൾ കാണും. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ കാണും. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. നമ്മുടെ നോട്ടുകളൊക്കെ ആണെങ്കിൽ PDF ഫോർമാറ്റ് ആണ്, നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന ഫോർമാറ്റിലുള്ള നോട്ടുകളാണ്. ഈ രീതിയിലാണ് ഈ ബാച്ച് വരിക. ബാച്ചിലേക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ കാണുകയുള്ളൂ. അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ഒന്നെങ്കിൽ ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ 8281223366 ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചോടാം. നിങ്ങളുടെ സീറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടോ. നന്നായിട്ട് പഠിച്ചോ മക്കളെ. എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളെല്ലാവരും പഠിക്കുക, ജോലി നേടുക എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ കിട്ടുകയാണെങ്കിൽ, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ ഒരാളുണ്ട് എങ്കിൽ മക്കളെ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് സൂപ്പർ നോട്ട്സിന്റെ ഓപ്പറേഷൻ കാക്കി ചാപ്റ്റർ 2 ബാച്ച്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 2 വഴികൾ യൂസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോടാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ബാച്ചിൽ കയറുകയാണെങ്കിൽ അവിടെ ഡെമോ ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകൾ മാത്രമല്ല, ഡെമോ ക്ലാസ്സിനോടൊപ്പം തന്നെ ഡെമോ ക്ലാസ് കാണും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെമോ നോട്ടുകൾ കാണാൻ പറ്റും. ഇതൊക്കെ കണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പം മറക്കണ്ട, 8281223366 നമുക്ക് ക്ലാസ്സിൽ കാണാം.